CPM-ൻ്റെ മധുര കോൺഗ്രസ് നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫാഗ് എൻഡിലേക്ക് എത്തുന്നു. പുതിയൊരു ജനറൽ സെക്രട്ടറി വരണം CPM-ന്. ഇപ്പോൾ ജനറൽ സെക്രട്ടറി ഇല്ല. ഒരു കോർഡിനേറ്റർ ലെവലിൽ പ്രകാശ് കാരാട്ടാണ് കാര്യങ്ങൾ നീക്കുന്നത്. അപ്പോൾ പുതിയൊരു ജനറൽ സെക്രട്ടറി വരും. CPM-ൻ്റെ ഇന്നത്തെ അവസ്ഥയിൽ ആർക്കാകും സാധ്യത? 3-4 പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതിലേറ്റവും പ്രമുഖമായി പറയുന്നത് MA ബേബിയുടെ പേരാണ്. കൂടാതെ വേറെ 2 പേരും മുൻപന്തിയിലുണ്ട്. ബേബിക്കാണോ സാധ്യത എന്ന് ആണെങ്കിൽ എന്തുകൊണ്ട്? MA ബേബിക്കാണ് ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഒരു സാധ്യത കാണുന്നത്. അതിൽ പൊതുവേ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സംഘടനാപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്നിപ്പോൾ ഒരു കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയിലേക്ക് ഇതിൻ്റെ ശക്തി വെച്ച് നോക്കുകയാണെങ്കിൽ CPM ഒരു പ്രാദേശിക പാർട്ടിയുടെ നേച്ചറിലെത്തി എത്തിയിട്ടുണ്ട്. അതും DMK-യെക്കാളും അതെ താഴെ മാത്രമല്ല, അത് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പേരിന് മാത്രമേ ഉള്ളൂ, നമുക്കത് അറിയാവുന്നതാണ്. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിന് ജനറൽ സെക്രട്ടറി സ്ഥാനം ന്യായമായി അവകാശപ്പെടാവുന്നതാണ്. പിന്നെ വർഷങ്ങളായിട്ട് ഇപ്പം പ്രകാശ് കാരാട്ട് നേരത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്നെങ്കിലും പ്രകാശ് കാരാട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു കേരള ഘടകത്തിൻ്റെ ഭാഗമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലായിരുന്നു. എങ്കിലും അതിന് ശേഷം പിന്നീട് യെച്ചൂരി 2 തവണ വരികയുണ്ടായി. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ MA ബേബിക്ക് ഒരു സാധ്യത കാണുന്നുണ്ട്. പിന്നെ MA ബേബിയുടെ സീനിയോറിറ്റി, അദ്ദേഹത്തിൻ്റെ ഡൽഹിയിലെ പരിചയങ്ങൾ, MP ആയിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് എല്ലാം കൊണ്ടും ഒരു യോഗ്യത MA ബേബിക്കുണ്ട്. പിന്നീട് MA ബേബിക്ക് തന്നെയായിരിക്കും സാധ്യത എന്ന് പറയാനൊരു പ്രത്യേക കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ വൈകിട്ടത്തെ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ പത്രങ്ങളെടുത്ത് നോക്കുകയാണെങ്കിൽ പത്രങ്ങളിലൊക്കെ വന്നിട്ടുള്ള MA ബേബിയുടെ ഒരു പ്രസ്താവനയുണ്ട്. അതായത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ ഇപ്പോൾ കുറ്റപത്രം നൽകി ED കേസ് അത് സമർപ്പിച്ചിരിക്കുക. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ അത് വളരെ ശക്തമായ രീതിയിലാണ് പാർട്ടിയുടെ നിലപാട് ന്യായീകരിച്ചുകൊണ്ട് ഇത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു നടപടിയാണ്, അതായത് മുഖ്യമന്ത്രിയിലൂടെ പാർട്ടിയെ നശിപ്പിക്കാനുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു രാഷ്ട്രീയ നീക്കമാണ് ഇത് നടത്തിയിരിക്കുന്നുള്ള ശക്തമായ ഒരു പ്രസ്താവന MA ബേബിയുടെ വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഒരു നമ്മുടെ ഈ മാസപ്പടി കേസ് തുടങ്ങിയിട്ട് നാളുകളേറെയായി. കാര്യമായി ഒരു പ്രസ്താവന ഇതിനകം വെച്ചിട്ട് വല്ലാതെ ന്യായീകരിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ എതിർത്തുകൊണ്ടോ ഒന്നും ബേബിയുടേതായിട്ട് ദീർഘമായി നിശബ്ദതയിലായിരുന്നു. ആ നിശബ്ദത എന്നെ മാറ്റിയിരിക്കുന്നത് ഇപ്പോൾ, അല്ലെങ്കിൽ അതിനെ ലംഘിച്ചിരിക്കുന്നത് ഈ പിണറായി വിജയനെ അല്ലെങ്കിൽ പിണറായി വിജയനെ ന്യായീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പാർട്ടിയെ ന്യായീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പിണറായി വിജയനിലൂടെ പാർട്ടിയെ ന്യായീകരിച്ചുകൊണ്ടുള്ള ഈ പ്രസ്താവനയാണ്. ഇപ്പോൾ കേരളത്തിലിപ്പോൾ എന്ത് പാർട്ടി സംഘടനയും സംസ്ഥാന സമിതിയും ഒക്കെ ഉണ്ടെങ്കിൽ പോലും കേരളത്തിലെ കാര്യങ്ങൾ ഇപ്പോൾ പിണറായി വിജയൻ നിശ്ചയിക്കുന്ന കണക്കാണ് കാര്യങ്ങൾ നടക്കുന്നത്. പോളിറ്റ് ബ്യൂറോയിലെയും ഏകദേശം സംഗതികളൊക്കെ ഏതാണ്ട് ആ രീതിയിലാണ്. കാരണം പോളിറ്റ് ബ്യൂറോയിലെ അംഗങ്ങൾക്ക് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്യണമെങ്കിലോ പാർട്ടിയുടെ ചെലവ് വഹിക്കണമെങ്കിലോ ഒക്കെ ഇപ്പോൾ കേരളം കനിഞ്ഞെങ്കിലും പ്രധാന പാർട്ടിയുടെ ഏക റിസോഴ്സ് അതെ. അപ്പോൾ പിണറായി വിജയൻ്റെ വാക്കുകൾക്ക് വലിയ വില പാർട്ടി കൽപ്പിക്കും ഉണ്ടാവും. ബേബി വരണമെങ്കിലും വരാതിരിക്കണമെങ്കിലും കാരണഭൂതൻ എന്ന് എല്ലാവരും വിശേഷിപ്പിക്കുന്ന പിണറായി വിജയൻ മാറ്റമുണ്ടാവില്ല. പക്ഷേ പിണറായി വിജയൻ വിചാരിക്കുമോ? അവിടെയാണ് ഒരു കാരണം. പിണറായി വിജയൻ്റെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി വന്നിട്ട് അദ്ദേഹത്തിന് കൃത്യമായ ഒരു ധാരണ കൂടിയ കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ. അപ്പോൾ ആ നിലയ്ക്ക് MA ബേബി വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും കേരളത്തിലുണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതും കൂടെ നോക്കിയിട്ട് മാത്രമേ ഇത് ചെയ്യാൻ സാധ്യതയുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ MA ബേബി ഇപ്പം ഒരു പാർട്ടിയുടെ സെക്രട്ടറിയായിട്ട് വന്നു കഴിഞ്ഞാലും ഒരു വലിയ കലാപമൊന്നും ഉണ്ടാക്കാനായിട്ടുള്ള ഒരു രീതിയൊന്നും MA ബേബിയുടെ പെരുമാറ്റ രീതിയിൽ പുറത്തില്ല. കാരണം സംഘടനയ്ക്കകത്ത് ഒതുങ്ങി നിന്നുകൊണ്ട് മാത്രമേ ചെയ്യത്തുള്ളൂ. അല്ല, MA ബേബിയെ നമുക്ക് 1971 മുതൽ അറിയാം. അതെ, എനിക്ക് പ്രത്യേകിച്ച് എൻ്റെ സമകാലികനായിരുന്നു. അതെ. അപ്പോൾ അന്നു മുതലേ ഒരു കൺസിലിയേറ്റിംഗ് അപ്രോച്ചിൻ്റെ ആളാണ്. അതെ. അതിതീവ്രമായ നിലപാട് ഒരിക്കലും ബേബിയിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടില്ല.
അന്ന് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലെ എതിരാളികൾ ബേബിയെ ഇടംബലം നിന്ന് മർദ്ദിക്കുമ്പോൾ കൈയും കെട്ടി കൊള്ളുകയല്ലാതെ ഇത് പ്രതിരോധിക്കാൻ പോലും ബേബി തുനിയത്തില്ല. അത് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഈ പറഞ്ഞതുപോലെ ഈ പാർട്ടി മെമ്പർ എന്നതിനേക്കാൾ ഉപരി ഈ സാംസ്കാരികമായിട്ടും സാഹിത്യപരമായിട്ടും വായനയും ഒക്കെയുള്ളൊരു ഇൻ്റലക്ച്വലായിട്ട് അതൊരു പ്രധാന ഡ്രോബാക്കായി മാറും പിണറായി വിജയൻ്റെ മുന്നിൽ. പിണറായി വിജയന് ഇൻ്റലക്ച്വൽസിന് ഇഷ്ടമല്ല. മാത്രമല്ല ബേബിയുടെ ഒരു ഇൻ്റലക്ച്വൽസിൻ്റെ ബേബിയുടെ ഒരു 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 വലിയൊരു പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ഒരു പോരായ്മ, ഇപ്പം നമ്മൾ എത്ര ലോകത്തിലെ എത്ര വലിയ സങ്കീർണമായ വിഷയങ്ങളാണെങ്കിലും അതിനെ ലളിതമായിട്ട് അവതരിപ്പിക്കണം. അപ്പോഴാണ് അതിൻ്റെ നമ്മൾ എത്ര സങ്കീർണമായ വിഷയങ്ങളെ നമ്മൾ ഗ്രഹിക്കുമ്പോൾ ഉണ്ടാകുന്നത് വളരെ ലാളിത്യത്തിലൂടെ. ഉദാഹരണത്തിനൊരു ന്യൂറോ സർജൻ വളരെ സങ്കീർണമായ സർജറി നടത്തുമ്പോൾ ചിലപ്പം കൈകെട്ടി നിന്നുകൊണ്ടായിരിക്കും ജൂനിയേഴ്സിനെ കൊണ്ട് ചെയ്യിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിനോട് ചില സമയങ്ങളിൽ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ നിർദ്ദേശങ്ങൾ കൊടുക്കും. അത് വളരെ ലളിതമായിരിക്കും, പക്ഷേ അത് നിർണായകമായിരിക്കും. ആ സങ്കീർണതയെക്കുറിച്ച് മുഴുവൻ ഒരു ധാരണ ഉണ്ടായതുകൊണ്ടാണ്. പക്ഷേ ബേബിയുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലളിതമായ കാര്യങ്ങളെ സങ്കീർണമാക്കും. ഇപ്പം തന്നെ പിന്നെ ഈ ബേബിക്ക് ആന്തരികമായ ചില സംഘടനകളുണ്ട്. അത് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നോക്കി അറിയാൻ പറ്റും. ഉദാഹരണത്തിന് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്, വിശേഷിച്ചും ആ കോവിഡിനൊക്കെ തൊട്ട് മുമ്പ് തുടങ്ങി അദ്ദേഹം ഈ മുതലാളിത്തത്തെ രണ്ടായിട്ട് വിഭജിച്ചിട്ടുണ്ട്. തീവ്ര മുതലാളിത്തം എന്നുള്ളത് ബേബി ഇപ്പോൾ ഉപയോഗിക്കത്തുള്ളൂ. അത് ഈ ഒരു പൊതു മാറ്റത്തിൻ്റെ ഭാഗം. കാരണം എന്ന് വെച്ചാൽ ഉദാഹരണത്തിന് MA യൂസഫ് അലി അതേപോലുള്ള വ്യവസായികളെല്ലാം പാർട്ടിയുടെ സുഹൃത്തുക്കളാണ്. അപ്പോൾ അത് വെറും മുതലാളിമാരാണ്. ആ മുതലാളിത്തത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു താത്വികമായ വ്യാഖ്യാനം നൽകുന്നതിന് ബുദ്ധിമുട്ടില്ല. അത് പാർട്ടിയിലെ ചില അണികൾ ബേബി അനുകരിക്കുന്നുണ്ട്. PK ശ്രീമതി പറഞ്ഞ മൃദുവായ പീഡനം. അതെ കറക്റ്റ്. പീഡനത്തിൽ മൃദു പീഡനം എന്ന് പറഞ്ഞതുപോലെ ബേബി ഇപ്പം മുതലാളിത്തം എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ തീവ്ര മുതലാളിത്തം എന്ന് ഉപയോഗിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ എങ്കിലേ പാർട്ടിയുടെ ഈ മാർക്സിയൻ കാഴ്ചപ്പാടിൻ്റെ ഈ ആ ഒരു അടിസ്ഥാനത്തിൽ അങ്ങോട്ട് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവിടെ നമ്മുടെ നാട്ടിലുള്ള ഈ മുതലാളിമാരായിട്ടുള്ള സൗഹൃദത്തെയും ന്യായീകരിക്കാൻ പറ്റത്തുള്ളൂ. അവരെ സംസ്ഥാനത്ത് ഈ പറഞ്ഞ പോലെ, കാരണം നമ്മുടെ ഇപ്പോൾ എന്ത് ഇടപെടലിൽ നടന്നു കഴിഞ്ഞാലും നമുക്കൊരു ആദ്യമേ നമ്മൾ ബന്ധപ്പെടുന്നത് ഇപ്പം സാമ്പത്തികമായ കാര്യമാണെങ്കിലും ഇപ്പം വികസനത്തിൻ്റെ കാര്യമാണെങ്കിലും നമ്മുടെ മുമ്പിലേക്ക് വരുന്ന കുറേ മുതലാളിമാരുണ്ട്. അപ്പോൾ അവരുടെ ചേർത്ത് നിൽപ്പിന് ഈ പറഞ്ഞതുപോലെ തീവ്ര മുതലാളിത്തം എന്നുള്ളൊരു സംഗതി വേണ്ടി. അതേപോലെ തന്നെ ബേബി സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഈ സാധാരണക്കാരന് കേട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേങ്കിൽ ഈ എന്താ പറയുക പല പല അരിഷ്ടങ്ങൾ കൂട്ടിക്കുറക്കിച്ചെങ്കിൽ വീര്യമായ അരിഷ്ടങ്ങൾ ചില ആൾക്കാർ കൊടുക്കുന്നത് പോലെ എന്താണെന്ന് ഗ്രഹിക്കാനും പ്രയാസമുണ്ടോ. അത് ബേബിയുടെ ആ ഒരു പ്രത്യേകതയാണ്. അതേപോലെ തന്നെ ബേബിയുടെ ഈ ചില പ്രസംഗങ്ങൾ അതും നമ്മൾ പറയേണ്ടതാണ്. ചില പണ്ടൊക്കെ നമ്മളൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ബേബിയുടെയൊക്കെ പ്രസംഗങ്ങൾ കേൾക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു എന്താ പറയുക ഒരു വളരെ വിജ്ഞാനപ്രദമായൊരു സംഗതിയായിരുന്നു. പക്ഷെ അത്തരം ഒരു പ്രസംഗങ്ങളോ പൊതുവേദിയിലുള്ള സംഭാഷണങ്ങളോ ഇപ്പം പിന്നെ ബേബിയുടെ ചെറുപ്പത്തിലുണ്ടായിരുന്ന സംഗതികൾ ഈ മുതിർന്നതിന് ശേഷം ഇപ്പോൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ല. ബേബി കേരളത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയായപ്പോൾ അദ്ദേഹത്തിന് നല്ലതായ വിമർശനം നേരിടേണ്ടി വന്നു. അതെ, മുണ്ടെടുത്തവരെല്ലാം മുണ്ട ശരിയാവില്ല എന്നൊക്കെ പറയുന്ന ഒരവസ്ഥ വന്നിരുന്നു. അത് മാത്രമല്ല അദ്ദേഹം ചെയ്ത ഒരു കാരണം അതാ പറഞ്ഞു, ഇത്രയും വലിയൊരു ഇൻ്റലക്ച്വൽ ചെയ്യാൻ പാടില്ലാത്ത ഈ മതമില്ലാത്ത ജീവൻ. അതെ അതെ, അതൊക്കെ പാഠപുസ്തകത്തിലേക്ക് പിന്നെ ചേർക്കാനുള്ളൊരു ശ്രമം എന്ന് പറഞ്ഞാൽ അതൊക്കെ സത്യത്തിൽ മൗഢ്യമേ പറയാൻ പറ്റത്തുള്ളൂ. അല്ല, അങ്ങനെയുള്ള MA ബേബിക്ക് ചില പ്രിറ്റൻഷൻസ് ഉണ്ട്. കുറച്ച് വിദേശീയ താടിക്കാരുടെ പേര് പറഞ്ഞാൽ വലിയ ആളാകും എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. സംഗീതജ്ഞന്മാർ വായ്പാട്ടായാലും എല്ലാം ഉപകരണ സംഗീതമായാലും ഇവരുടെയൊക്കെ കുറേ പേരുകൾ ഉദ്ധരിച്ച് സംസാരിക്കുന്നതൊക്കെ ഒരു അടിത്തമായി കരുതുകയും അത് വാവിളിച്ച് കേട്ടു നിൽക്കുന്ന സാധാരണക്കാർ അമ്പരന്ന് പോവുകയൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷം. പക്ഷേ ആ കാലം പോയില്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ബേബി ഇപ്പോൾ പാർട്ടിയിലെ ജനറൽ സെക്രട്ടറി ആയി എന്ന് വിചാരിക്കുക. അങ്ങനെ വരുന്ന ബേബിയിൽ നിന്ന് സാമാന്യ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് വേറൊരു നേതാവിനെയാണ്. അത് അങ്ങനെ ആയില്ലെങ്കിൽ ഇപ്പോൾ ബേബി വരുമെന്ന് തോന്നൽ ഉണ്ടായപ്പോൾ തന്നെ ആലപ്പുഴ ബേബി കുറച്ചു കാലം ജില്ലാ സെക്രട്ടറിയുടെ ചുമതല വഹിച്ച സ്ഥലമാണ്. അവിടുത്തെ ആലപ്പുഴ ടൗണിൽ നിന്ന് ഏരിയ കമ്മിറ്റിയിൽ നിന്നും ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും 52 പേര് പാർട്ടി വിട്ടുപോയിരിക്കുന്നു ഇന്നലെ. അപ്പോൾ പാർട്ടിയുടെ പിന്നെ
പേര് പറഞ്ഞാൽ അറിയുന്നവരും അറിയാത്തവരുമായ വലിയ ഒരു വൃന്ദം ദൈനംദിനം ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ബേബി ഈ പാർട്ടിയുടെ തലപ്പത്ത് വരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ വളരെ ശ്രമകരമെന്ന് മാത്രമല്ല, ബേബിക്കൊരു മാസിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു മാസ്മരികത ആ ബേബിക്ക് വളരെ കുറവാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബേബിയുടെ ആ ഒരു പക്ഷേ ഇൻ്റലക്ച്വൽ തരം തന്നെയായിരിക്കും അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത്. അതാണ് ഒരുപക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ബേബിയുടെ പേര് വേണമെങ്കിൽ പറയാതിരിക്കാനുള്ള കാരണം. അതെ. അപ്പോൾ അദ്ദേഹം കുറച്ചുകൂടെ ഒരു ജനകീയ സ്വഭാവമുള്ള ഒരാൾ വരട്ടെ എന്ന് ആഗ്രഹിക്കാനിടയുണ്ട്. അതെ. അങ്ങനെ ഒരു പിന്നെ മാത്രമല്ല, ഇപ്പം പാർട്ടിയുടെ ഈ കരട് റിപ്പോർട്ടിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തുള്ള കേന്ദ്ര ബിന്ദു എന്ന് പറഞ്ഞാൽ പാർട്ടിയിലേക്ക് ആൾക്കാർ ആകർഷിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. അതെ. അപ്പോൾ സാധാരണ ജനങ്ങളെ ആകർഷിക്കാൻ ശേഷിയുള്ള ഒരു നേതാവ് ഇതിൻ്റെ തലപ്പത്ത് വന്നെങ്കിൽ മാത്രമേ ഈ പാർട്ടിക്ക് അല്പമെങ്കിലും ഒരു പ്രതീക്ഷയ്ക്ക് ഇനി വകയുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാർട്ടിയുടെ ഇതുവരെ ഉണ്ടായിരുന്ന ഇപ്പം തന്നെ നയങ്ങൾ പലതും മാറ്റുന്നുണ്ട്. പക്ഷേ ആ മാറ്റം എന്ന് പറയുന്നത് പോലും ഒരു റിവേഴ്സലാണ് കാണുന്നത് അവിടെ. അവരുടെ പണ്ട് നിലപാട് സ്വീകരിച്ചതിൽ നിന്ന് വിരുദ്ധമായിട്ടൊരു നിലപാട് സ്വീകരിക്കുകയും അതിനെ ചേർത്ത് വെച്ച് താത്വികമായിട്ട് വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മുടെ പാർട്ടിയുടെ നയമാറ്റം എന്ന് പറയുന്നത്. പക്ഷെ അതുകൊണ്ട് ഇനി പ്രയോജനമില്ല. കാര്യം കാലം മാറി. ഈ മാറിയ കാലഘട്ടത്തിൽ എങ്ങനെ പുതിയ ആശയങ്ങളും അതേപോലെ തന്നെ പുതിയ പ്രതീക്ഷകളും ഒക്കെ നൽകി എങ്ങനെ ആകർഷിക്കാം എന്നുള്ളൊരു വലിയ ഘടകമുണ്ട്. തീർച്ചയായിട്ടും അത് ബേബിക്ക് ഇല്ല, അല്ലെങ്കിൽ അത് കുറവാണ് എന്നുള്ളതാണ് ബേബിയുടെ ഒരു വലിയൊരു. അല്ല, ബേബി കാലഘട്ടത്തിനനുസരിച്ച് മാറാതെ തരമില്ല. അതെ. കാരണം സംസ്ഥാന BJPക്ക് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള ഒരു ലീഡർ നേതൃത്വത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കേരളത്തിൽ മാർക്സ് പാർട്ടിക്ക് അണികളുള്ള ഒരു സംസ്ഥാനം കേരളത്തിൽ, അതുപോലെ BJP ആണ് മുഖ്യമായും പാർട്ടി നേരിടേണ്ടി വരും. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള ഒരു ടെക്നോക്രാറ്റിനെ നേരിടാൻ കെൽപ്പുള്ള ഒരു നേതാവായി BJP CPMൻ്റെ നേതാവ് മാറേണ്ടിയിരിക്കും. കാരണം ഒഴുക്ക് അങ്ങോട്ടാണ് വരുന്നത്. തീർച്ചയായിട്ടും അത് ഈ പാർട്ടിയിൽ നിന്ന് അങ്ങോട്ടാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ അദ്ദേഹം കാലത്തിനനുസരിച്ച് മാറാനും സ്വയം തിരുത്താനും അവിടെയാണ് ബേബി നേരിടുന്ന പരിമിതി. കാരണം ബേബിക്ക് ഈ പ്രത്യയശാസ്ത്രം വിട്ട് പുതിയ ഒരു വഴിയിലൂടെ സഞ്ചരിക്കാൻ പ്രയാസമാണ്. ഈ പുതിയ പ്രത്യയശാസ്ത്രം എന്ന് പറഞ്ഞാൽ കാലഹരണപ്പെട്ട ഈ ബേബി പിന്നെ ആവർത്തിക്കുന്ന അല്ലെങ്കിൽ ബേബിയെ നയിക്കുന്ന പ്രത്യയശാസ്ത്രം എന്ന് പറഞ്ഞാൽ കാലഹരണപ്പെട്ട ഒരെണ്ണമാണ്. അത് നമ്മൾ സൂക്ഷ്മതലത്തിൽ നോക്കിയാൽ, ശാസ്ത്രീയ വശത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ശാസ്ത്രീയവുമല്ല. ഇപ്പോൾ യെച്ചൂരിയൊക്കെ എപ്പോഴും പറയുമായിരുന്നു പാർട്ടിയുടെ എങ്ങനെയാണ് കാര്യങ്ങൾ വിശദീകരിക്കുന്നത്, കോൺക്രീറ്റ് അനാലിസിസ് ഓഫ് കോൺക്രീറ്റ് റിയാലിറ്റി. ഈ കോൺക്രീറ്റ് റിയാലിറ്റി എന്നുള്ള ആ ഒരു സംഗതി പോലും മാറിക്കഴിഞ്ഞു. അതെ, തീർച്ചയായിട്ടും ബേബി CPM ജനറൽ സെക്രട്ടറി ആയിട്ട് വരട്ടെ. അത് വരുന്നത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. അതെ, തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.